നമസ്കാരം. STV ന്യൂസിലേക്ക് സ്വാഗതം. ആദ്യം പ്രധാന വാർത്തകൾ. പാലക്കാട് ജില്ലയിൽ നിപ്പ ആശങ്ക പരത്തുന്ന സാഹചര്യത്തിൽ ആരോഗ്യമന്ത്രിയുടെ നേതൃത്വത്തിൽ അവലോകന യോഗം. മുൻകരുതൽ നടപടികൾ തൃപ്തികരമെന്ന വിലയിരുത്തൽ. നിപ്പ ലക്ഷണങ്ങളുമായി 2 പേരെ പാലക്കാട് മെഡിക്കൽ കോളേജിൽ പ്രവേശിപ്പിച്ചു. യോഗത്തിന് പാലക്കാട്ടേക്ക് വരുന്നതിനിടെ കണ്ണാടിയിൽ മന്ത്രിക്ക് നേരെ യൂത്ത് കോൺഗ്രസിന്റെ കരിങ്കൊടി. വടക്കാഞ്ചേരി അകമല കുഴിയോട് പ്രദേശത്ത് കഴിഞ്ഞ രാത്രിയും കാട്ടാന ഇറങ്ങി. വാഴക്കൊമ്പനെ പല ഭാഗങ്ങളിലും കണ്ടതായി നാട്ടുകാർ. ഭീതിയോടെ പ്രദേശവാസികൾ. മേഖലയിൽ കാട്ടാനകൾ തമ്പടിച്ചിട്ടും അധികാരികൾ ഒരു നടപടിയും സ്വീകരിക്കുന്നില്ലെന്ന് ആക്ഷേപം. പൗരസ്ത്യ കൽദായ സുറിയാനി സഭ മുൻ അധ്യക്ഷൻ മാർ അപ്രേം മെത്രോപോലിത്ത കാലം ചെയ്തു. വിയോഗം വാർദ്ധക്യ സഹജമായ അസുഖങ്ങളെ തുടർന്ന് ചികിത്സയിലിരിക്കെ. കബറടക്കം പിന്നീട്. വിട പറഞ്ഞത് സാംസ്കാരിക സാഹിത്യ മേഖലകളിലെ വേറിട്ട മുഖം. വാർത്തകൾ വിശദമായി. പാലക്കാട് ജില്ലയിൽ നിപ്പ ആശങ്ക പരത്തുന്ന സാഹചര്യത്തിൽ ആരോഗ്യമന്ത്രിയുടെ നേതൃത്വത്തിൽ അവലോകന യോഗം ചേർന്നു. ജില്ലാ കളക്ടർ G. പ്രിയങ്ക, SP അജിത്, DMO ഡോക്ടർ ദിവ്യ, മുൻ DMO ഡോക്ടർ KP റീത്ത തുടങ്ങിയവരും വിവിധ വകുപ്പ് തലവന്മാരും ആരോഗ്യ പ്രവർത്തകരും യോഗത്തിൽ പങ്കെടുത്തു. പാലക്കാട് മെഡിക്കൽ കോളേജിലായിരുന്നു ആരോഗ്യമന്ത്രി വീണ ജോർജിൻ്റെ നേതൃത്വത്തിൽ അവലോകന യോഗം. നിപ്പ ബാധിച്ച തച്ചനാട്ടുകര സ്വദേശി ഗുരുതരാവസ്ഥയിൽ തുടരുന്നതിൻ്റെയും ഇവരുമായി സമ്പർക്കത്തിലുണ്ടായിരുന്നവരിൽ രോഗലക്ഷണമുണ്ടാകുന്നതും സമ്പർക്ക പട്ടികയിലുള്ളവരുടെ എണ്ണം ദിനംപ്രതി കൂടുന്ന സാഹചര്യത്തിൽ കൂടിയാണ് യോഗം. നിലവിലെ സ്ഥിതി, സ്വീകരിച്ച മുൻകരുതൽ, ആവശ്യമായ നടപടികൾ, ബോധവൽക്കരണ രീതികൾ തുടങ്ങിയ കാര്യങ്ങൾ യോഗത്തിൽ ചർച്ചയായി. രോഗലക്ഷണങ്ങളുമായി 2 പേർ പാലക്കാട് മെഡിക്കൽ കോളേജിൽ തീവ്രപരിചരണ വിഭാഗത്തിൽ ചികിത്സയിലുണ്ട്. മെഡിക്കൽ കോളേജിൽ 40 പേർക്ക് കിടക്കാവുന്ന ഐസൊലേഷൻ വാർഡാണ് ക്രമീകരിച്ചിരിക്കുന്നത്. മെഡിക്കൽ കോളേജിൽ ഏർപ്പെടുത്തേണ്ട ചികിത്സാ സൗകര്യങ്ങൾ സംബന്ധിച്ചും അവലോകന യോഗം ചർച്ച ചെയ്തു. ന്യൂസ് ബ്യൂറോ, പാലക്കാട്. ആരോഗ്യമന്ത്രി വീണ ജോർജിനെതിരെ യൂത്ത് കോൺഗ്രസിന്റെ കരിങ്കൊടി. കഴിഞ്ഞ രാത്രി പാലക്കാട്ടേക്ക് വരുമ്പോഴാണ് കണ്ണാടി കാഴ്ചപ്പറമ്പിൽ വെച്ച് പ്രവർത്തകർ കരിങ്കൊടി കാണിച്ചത്. വടക്കാഞ്ചേരി അകമല കുഴിയോട് പ്രദേശത്ത് കാട്ടാന ശല്യം രൂക്ഷം. ജനങ്ങൾ കടുത്ത ഭീതിയിലാണ്. ഒറ്റയനായ വാഴക്കൊമ്പൻ കഴിഞ്ഞ രാത്രിയും നാട്ടിലിറങ്ങി. അകമല കുഴിയോട് നിവാസികൾ കാട്ടാന ശല്യം കൊണ്ട് പൊറുതിമുട്ടുകയാണ്. കഴിഞ്ഞ രാത്രിയും ഒറ്റയാനായ വാഴക്കൊമ്പൻ പ്രദേശത്തിറങ്ങി ഭീതി പരത്തി. കുഴിയോട് റിസോർട്ടിൻ്റെ ഭാഗത്തു നിന്ന് പടിഞ്ഞാറ് ഭാഗത്തായാണ് രാത്രി 10 മണിയോടെ കാട്ടാന എത്തിയത്. പ്രമുഖ കോൺട്രാക്ടർ വെള്ളാങ്കണ്ടത്ത് ഗോവിന്ദൻകുട്ടി, കരുപ്പറമ്പിൽ മണിക്കുട്ടൻ, കരുപ്പറമ്പിൽ അശോകൻ എന്നിവരുടെ വീടുകൾക്ക് മുന്നിലൂടെ കാട്ടാന നടന്നുപോയി. നായ്ക്കളുടെ കുരകേട്ട് പുറത്തിറങ്ങിയ അശോകനും കുടുംബവും മണിക്കുട്ടനും വീട്ടുകാരും തെരുവുവിളക്കിൻ്റെ വെളിച്ചത്തിൽ കാട്ടാനയെ വ്യക്തമായി കണ്ടതായി പറയുന്നു. കുഴിയോട് ഭാഗത്തെ സൗരവേലി തകർത്ത് കാട്ടാന എത്തിയതാകാമെന്നാണ് പ്രദേശവാസികളുടെ നിഗമനം. പ്രദേശത്തെ പ്രമുഖ കർഷകനായ ഗോവിന്ദൻകുട്ടിയുടെ 3000 വാഴകളും 60-ലധികം കവുങ്ങുകളും 20-ലധികം തെങ്ങുകളും നെൽകൃഷിയും 1.5 വർഷത്തിനിടെ കാട്ടാനകൾ നശിപ്പിച്ചതായി അദ്ദേഹം പറയുന്നു. ഓണസദ്യയ്ക്ക് ഇലവെട്ടാൻ പോലും പറമ്പിൽ വാഴയില്ലാത്ത സാഹചര്യമാണെന്നും കർഷകൻ കൂട്ടിച്ചേർത്തു. രാത്രി 10 മണിയോടെ ഇരുചക്ര വാഹനങ്ങളിൽ ജോലി കഴിഞ്ഞ് വരുന്നവരുടെ ജീവന് പോലും ഭീഷണിയാവുന്ന സാഹചര്യമുണ്ടെന്ന് പൂക്കുന്നത്ത് ബാബു പറഞ്ഞു. കഴിഞ്ഞ ദിവസം വയനാട് മേപ്പാടിയിൽ ചെയ്തതുപോലെ അകമല കാടുകളിൽ നിന്ന് കാട്ടാനകളെ തുരത്തി കുതിരാൻ മല കടത്തി വിടണമെന്നും ശേഷം കുതിരാനിൽ റെയിൽ കൊണ്ടുള്ള ശക്തമായ വേലി സ്ഥാപിക്കണമെന്നുമാണ് മലയോരവാസികളുടെ ആവശ്യം. അകമല കുഴിയോട് പ്രദേശങ്ങളിൽ സമാധാനത്തോടെ ഉറങ്ങാൻ പോലും കഴിയുന്നില്ലെന്ന് പ്രദേശവാസികൾ പറയുന്നു. വാഴാനി ഡാമിൽ കുട്ടവഞ്ചി സവാരിക്കെത്തുന്ന വിനോദസഞ്ചാരികൾക്ക് സുലഭമായി കാട്ടാനകളെ കാണാനുള്ള സാഹചര്യമാണ് നിലവിലുള്ളത്. ഈ വാർത്തയിൽ ഉൾപ്പെടുത്തിയ ദൃശ്യങ്ങൾ വിനോദസഞ്ചാരികൾ വാഴാനി ഡാമിൽ നിന്ന് പകർത്തിയതാണ്. ന്യൂസ് ബ്യൂറോ, തൃശ്ശൂർ. പൗരസ്ത്യ കൽദായ സുറിയാനി സഭ മുൻ അധ്യക്ഷൻ മാർ അപ്രേം മെത്രോപോലിത്ത കാലം ചെയ്തു. 85 വയസ്സായിരുന്നു. വാർദ്ധക്യ സഹജമായ അസുഖങ്ങളെ തുടർന്ന് തൃശ്ശൂർ സൺ ആശുപത്രിയിൽ ചികിത്സയിലായിരുന്നു. ഇടവിട്ട് ഹീമോഡയാലിസിസ് ആവശ്യമായിരുന്ന തിരുമേനി ICUവിൽ കിടന്നു തന്നെ ഡയാലിസിസിന് വിധേയനാവുകയായിരുന്നു. സീനിയർ നെഫ്രോളജിസ്റ്റ് ഡോക്ടർ TT പോളിൻ്റെ നേതൃത്വത്തിലുള്ള ഡോക്ടർമാരുടെ സംഘമാണ് ചികിത്സയ്ക്ക് നേതൃത്വം നൽകിയിരുന്നത്. മാർ അപ്രേം മെത്രോപോലിത്തയുടെ ശാരീരികാവസ്ഥ ദുർബലമാണെന്നും അദ്ദേഹത്തിനു വേണ്ടി പ്രാർത്ഥിക്കണമെന്നും ആവശ്യപ്പെട്ട പള്ളികളിൽ വിശ്വാസികളെ അറിയിക്കുന്നതിനായി മാർ ഔഗിൻ കുര്യാക്കോസ് മെത്രോപോലിത്തയുടെ ബുള്ളറ്റിൻ ജൂലൈ 5-ന് ഇറങ്ങിയിരുന്നു. തൃശ്ശൂരിലെ മൂക്കൻ തറവാട്ടിൽ ദേവസിയുടെയും കൊച്ചുമറിയത്തിൻ്റെയും 4ാമത്തെ മകനായി
1940 ജൂൺ 13 ജനിച്ച മാർ അപ്രേം ഇന്ത്യയിലെ പൗരസ്ത്യ കൽദായ സുറിയാനി സഭയുടെ അധ്യക്ഷസ്ഥാനം ഒഴിഞ്ഞ ശേഷവും കർമ്മരംഗത്ത് സജീവമായിരുന്നു. ജോർജ് ഡേവിസ് മൂക്കൻ എന്നായിരുന്നു ആദ്യനാമം. 1961 ജൂൺ 25 ഷമ്മാശനായും പിന്നീട് 1965 ജൂൺ 13 കശീശയായും മാർ തോമ ധർമ്മോയിൽ നിന്ന് പട്ടം സ്വീകരിച്ച് വൈദിക ശുശ്രൂഷയിൽ പ്രവേശിച്ചു. 28-ാം വയസ്സിൽ മാർ അപ്രേം മെത്രാപ്പൊലിത്തയായപ്പോൾ അതുവരെയുള്ള ഭാരത ക്രൈസ്തവ സഭാചരിത്രത്തിലെ ഏറ്റവും പ്രായം കുറഞ്ഞ രണ്ടാമത്തെ മെത്രാനായിരുന്നു അദ്ദേഹം. സാംസ്കാരിക സാഹിത്യ മേഖലകളിലും വേറിട്ട മുഖമാണ് മെത്രാപ്പൊലിത്ത. ഇംഗ്ലീഷിലും മലയാളത്തിലുമായി 70-ലേറെ പുസ്തകങ്ങൾ അദ്ദേഹം രചിച്ചു. യാത്രാവിവരണങ്ങൾ, ജീവചരിത്രം, ആത്മകഥ, ഫലിതം, സഭാചരിത്രം എന്നിങ്ങനെ വിവിധ വിഭാഗങ്ങളിലുള്ള പുസ്തകങ്ങൾ രചിച്ചിട്ടുണ്ട്. നിരവധി ക്രിസ്തീയ ഭക്തിഗാനങ്ങളും രചിച്ചു. ശ്രീനാരായണ ഗുരുവിൻ്റെ ദൈവദശകം സുറിയാനിയിലേക്ക് പരിഭാഷപ്പെടുത്തുകയും ഷാർജയിൽ അത് വേദിയിൽ അവതരിപ്പിക്കുകയും ചെയ്തിരുന്നു. ന്യൂസ് ബ്യൂറോ, തൃശൂർ. പാമ്പ് കടിയേറ്റുള്ള മരണം ഇല്ലാതാക്കുക എന്ന ലക്ഷ്യത്തിലേക്ക് പാലക്കാട് ജില്ലയെ എത്തിക്കാൻ സർപ്പ വളണ്ടിയർമാർക്ക് കഴിയുമെന്ന ജില്ലാ കളക്ടർ ജി പ്രിയങ്ക. വനമഹോത്സവം 2020 ഭാഗമായി സർപ്പ വളണ്ടിയർമാരുടെ പുതിയ ബാച്ചിൻ്റെ പരിശീലന സമാപനം ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു കളക്ടർ. പാമ്പ് കടിയേറ്റാൽ എന്ത് ചെയ്യണം, എന്തൊക്കെ കാര്യങ്ങൾ ശ്രദ്ധിക്കണം എന്നതിനെക്കുറിച്ച് പൊതുജനങ്ങൾക്ക് കൂടുതൽ അവബോധം നൽകാൻ സർപ്പ വളണ്ടിയർമാർക്ക് കഴിയുമെന്ന് കളക്ടർ പറഞ്ഞു. വനംവകുപ്പ് നടത്തിയ ഈ പരിശീലനം ശ്ലാഘനീയമാണെന്നും അവർ കൂട്ടിച്ചേർത്തു. ഓരോ വ്യക്തിയുടെയും പാമ്പുകളുടെയും സംരക്ഷണം ഉറപ്പുവരുത്തുക എന്ന ഉത്തരവാദിത്തം വളണ്ടിയർമാർക്കുണ്ട്. പരിശീലനം പൂർത്തിയാക്കിയ വളണ്ടിയർമാർക്കുള്ള റെസ്ക്യൂ കിറ്റ് ചടങ്ങിൽ വിതരണം ചെയ്തു. ഒലവക്കോട് ആരണ്യഭവൻ ഹാളിൽ നടന്ന പരിപാടിയിൽ ഈസ്റ്റേൺ സർക്കിൾ ചീഫ് ഫോറസ്റ്റ് കൺസർവേറ്റർ കെ വിജയാനന്ദൻ അധ്യക്ഷത വഹിച്ചു. ജില്ലാ പോലീസ് മേധാവി അജിത് കുമാർ മുഖ്യാതിഥിയായിരുന്നു. ഡിവിഷണൽ ഫോറസ്റ്റ് ഓഫീസർ രവികുമാർ മീണ മുഖ്യപ്രഭാഷണം നടത്തി. അസിസ്റ്റന്റ് സൂപ്രണ്ട് ഓഫ് പോലീസ് രാജേഷ് കുമാർ, സോഷ്യൽ ഫോറസ്ട്രി അസിസ്റ്റന്റ് ഫോറസ്റ്റ് കൺസർവേറ്റർ സുമൂസ് കറിയ, CP അനീഷ്, അസിസ്റ്റന്റ് ഫോറസ്റ്റ് കൺസർവേറ്ററും മിഷൻ സർപ്പ മോഡൽ ഓഫീസറുമായ Y മുഹമ്മദ് അൻവർ, പരിസ്ഥിതി പ്രവർത്തകയായ അനന്യ, മണ്ണാർക്കാട് റേഞ്ച് ഫോറസ്റ്റ് ഓഫീസർ KP ജിനേഷ്, മറ്റ് വകുപ്പ് ഉദ്യോഗസ്ഥർ എന്നിവർ പങ്കെടുത്തു. ന്യൂസ് ബ്യൂറോ, പാലക്കാട്. യൂത്ത് കോൺഗ്രസ് മണ്ണൂർ മണ്ഡലം കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ മണ്ഡലം കൺവെൻഷൻ സംഘടിപ്പിച്ചു. KPCC ജനറൽ സെക്രട്ടറി KA തുളസി ഉദ്ഘാടനം ചെയ്തു. മണ്ഡലം പ്രസിഡന്റ് ശ്രുതി S. നായർ അധ്യക്ഷത വഹിച്ചു. യൂത്ത് കോൺഗ്രസ് ജില്ലാ പ്രസിഡന്റ് KS ജയഘോഷ് മുഖ്യാതിഥിയായി. ഇസാൻ മുഹമ്മദ്, നവാസ് മുഹമ്മദ്, ജിതേഷ് നാരായണൻ, മുഹമ്മദ് മുസ്തഫ, അഫ്സൽ സക്കറിയ തുടങ്ങിയവർ സംസാരിച്ചു. യൂത്ത് കോൺഗ്രസ് ജില്ലാ കമ്മിറ്റിയുടെ വേരെ എന്ന പരിപാടിയുടെ ഭാഗമായിട്ടായിരുന്നു കൺവെൻഷൻ. ന്യൂസ് ബ്യൂറോ, പത്തിരിപ്പാല. വായനാ പക്ഷാചരണത്തോടനുബന്ധിച്ച് വാടനാകുറിശി ആരബിയിൽ ബഷീർ അനുസ്മരണം സംഘടിപ്പിച്ചു. വാടനാകുറിശി ഗവൺമെൻറ് ഹയർ സെക്കൻഡറി സ്കൂൾ പ്രധാനാധ്യാപിക ഗീത ടീച്ചർ ഉദ്ഘാടനം ചെയ്തു. അനുസ്മരണ ചടങ്ങിൽ ബഷീറിൻ്റെ 5 സാഹിത്യകൃതികളെക്കുറിച്ച് ആസ്വാദനം നടത്തുകയും അദ്ദേഹത്തിൻ്റെ കൃതികളായ പാത്തുമ്മയുടെ ആട്, പ്രേമലേഖനം, ബാല്യകാലസഖി, എൻ്റെ ഉപ്പാപ്പയ്ക്ക് ഒരാനുണ്ടായിരുന്നു, യുദ്ധം അവസാനിക്കണമെങ്കിൽ എന്ന കഥകളിലെ പ്രധാന കഥാപാത്രങ്ങളുടെ ദൃശ്യാവതരണവും നടന്നു. വി ഉണ്ണികൃഷ്ണൻ മാസ്റ്റർ ബഷീർ അനുസ്മരണം പ്രഭാഷണം നടത്തി. ആരബി കലാസമിതി പ്രസിഡന്റ് വി രമേശ് സ്വാഗതവും ആരബി ഗ്രന്ഥശാല സെക്രട്ടറി ഹരിദാസൻ മാസ്റ്റർ നന്ദിയും പറഞ്ഞു. ന്യൂസ് സെൻറ്റർ, ഷൊർണൂർ. കേരളശ്ശേരി മണ്ഡലം കോൺഗ്രസ് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ SSLC, +2, LSS, USS പരീക്ഷകളിൽ വിജയികളായവരെ അനുമോദിച്ചു. VK ശ്രീകണ്ഠൻ MP ഉദ്ഘാടനം ചെയ്തു. അടുത്ത തലമുറയെ കാണുന്നത് വളരെ കൗതുകത്തോടുകൂടി, ജിജ്ഞാസയോടുകൂടി അവരുടെ ഓരോ ഘട്ടത്തിലുള്ള വളർച്ചയാണ്, അവരുടെ വികാസമാണ്, അവരുടെ പുരോഗതിയാണ്. അതാണ് നമ്മുടെ ജീവിതത്തിലെ ഏറ്റവും വലിയ പ്രതീക്ഷ. അപ്പോൾ മാതാപിതാക്കൾ ഏറെ കഷ്ടപ്പെടുന്നു, കഠിനാധ്വാനം ചെയ്ത് ചുമട്ട് തൊഴിലാളിയായിട്ട് പോകുന്ന ആൾ അവിടെ പോയി ജോലി ചെയ്യുമ്പോൾ അവശനാവും, സ്വാഭാവികമായിട്ട് തളർന്നൊന്ന് ഇരിക്കാൻ തോന്നും. അപ്പോഴാണ് കുട്ടികളുടെ മനസ്സിൽ കുട്ടികളുടെ മുഖം ഓർമ്മ വരും. നാളെ പഠിക്കാൻ പോകുന്ന കുട്ടി സ്കൂളിലേക്ക് പോകുമ്പോൾ എന്താണ് വേണ്ടി വരുന്നത് അറിയില്ല. അതുകൊണ്ട് കഠിനമായ വേദന ഉണ്ടായാലും വിശ്രമം ആഗ്രഹിച്ചാലും മക്കളുടെ മുഖം മനസ്സ് വരുമ്പോൾ വിശ്രമിക്കാൻ തോന്നില്ല. അപ്പോൾ വൈകുന്നേരം വരെ പണിയെടുത്താലാണ് പൈസ കിട്ടും. മണ്ഡലം കോൺഗ്രസ് പ്രസിഡന്റ് TK പങ്കജാക്ഷൻ അധ്യക്ഷത വഹിച്ചു. പറളി ബ്ലോക്ക് കോൺഗ്രസ് പ്രസിഡന്റ് C. വിനയൻ, KPSA
ജില്ലാ പ്രസിഡന്റ് വി രാജീവ്, കോങ്ങാട് മണ്ഡലം കോൺഗ്രസ് പ്രസിഡന്റ് മുരളീകൃഷ്ണൻ, മങ്കര മണ്ഡലം കോൺഗ്രസ് പ്രസിഡന്റ് എൻ അച്യുതൻകുട്ടി, പറളി ബ്ലോക്ക് കോൺഗ്രസ് സെക്രട്ടറി സന്തോഷ്, CR ബാലകൃഷ്ണൻ, വി ഹരിദാസൻ, ബോബൻ എന്നിവർ സംസാരിച്ചു. SSLC, +2, LSS, USS വിജയികളെ ഉപഹാരം നൽകി അനുമോദിച്ചു. ന്യൂസ് ബ്യൂറോ, പത്തിരിപ്പാല. BMS പറളി മേഖല മങ്കര പഞ്ചായത്ത് കൂട്ടുപുര യൂണിറ്റിന്റെ നേതൃത്വത്തിൽ കുടുംബസംഗമവും അനുമോദന സദസ്സും സംഘടിപ്പിച്ചു. BMS ജില്ലാ സെക്രട്ടറി K. രാജേഷ് ഉദ്ഘാടനം ചെയ്തു. പോവാതിരിക്കാൻ വേണ്ടിയാണ് ഇത്തരം കുടുംബസംഗമങ്ങൾ ഉണ്ടാക്കുന്നത്. നമ്മൾ ആത്മഹത്യ ഏറ്റവും കൂടുതൽ കണ്ടുവരുന്നത് 23 വയസ്സ് വരെയുള്ള കുട്ടികളിലാണ്. പണ്ട് കാലങ്ങളിൽ നമ്മൾ ഏറ്റവും കൂടുതൽ ആത്മഹത്യ കണ്ടുവരികപ്പോഴാണ് കുറച്ച് വയസ്സായിട്ട് അല്ലേ, വല്ല മദ്യപിക്കുകയോ അങ്ങനെയൊക്കെ ചെയ്യുന്ന ആളുകൾ നമ്മുടെ പഞ്ചായത്തിലെടുത്താൽ ചിലപ്പോൾ വർഷത്തിൽ ഒന്നൊക്കെ കേൾക്കാൻ കഴിയുള്ളൂ. ഇന്ന് അത് മാറി. കുട്ടികൾക്ക് മൊബൈൽ ഫോൺ വാങ്ങിക്കൊടുത്തില്ല എങ്കിൽ അവർ തെറ്റിയവർ ഇറങ്ങിപ്പോവും, അവർക്ക് തോന്നിയത് ചെയ്യും. മൊബൈൽ ഫോൺ ഉണ്ട് എല്ലാവർക്കും? ഉണ്ട്. നമുക്കെന്താ, ഭക്ഷണം കൊടുത്തില്ലെങ്കിൽ ആ സാധനം കൈകളിൽ എത്തണം. അപ്പൊ ഒരാൾ ആത്മഹത്യ, ഒരു ചെറിയ കുഞ്ഞിനെ വളർത്തി നമ്മുടെ അത്ര വളർത്തണമെങ്കിൽ ഒരമ്മ എത്ര കണ്ട് കഷ്ടപ്പെട്ടിട്ടുണ്ടാവും അറിയോ? യൂണിറ്റ് പ്രസിഡന്റ് വിമല അധ്യക്ഷത വഹിച്ചു. ജില്ലാ വൈസ് പ്രസിഡന്റ് ശിവദാസ്, മേഖലാ സെക്രട്ടറി KR രാജൻ, ബാലകൃഷ്ണൻ, KV ശിവദാസ്, KA കുഞ്ചുണ്ണി, രമ്യ എന്നിവർ സംസാരിച്ചു. A+ നേടിയ വിദ്യാർത്ഥികളെ ഉപഹാരം നൽകി ആദരിച്ചു. ലഹരിക്കെതിരെ ബോധവൽക്കരണ ക്ലാസും നടന്നു. വിദ്യാർത്ഥികളുടെ കലാപരിപാടികളുമുണ്ടായിരുന്നു. BMSന്റെ 70ാം വാർഷികത്തിന്റെ ഭാഗമായിട്ടാണ് കുടുംബസംഗമം സംഘടിപ്പിച്ചത്. ന്യൂസ് ബ്യൂറോ, പത്തിരിപ്പാല. പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. പാലക്കാട് ജില്ലയിൽ നിപ്പ ആശങ്ക പരത്തുന്ന സാഹചര്യത്തിൽ ആരോഗ്യമന്ത്രിയുടെ നേതൃത്വത്തിൽ അവലോകന യോഗം. മുൻകരുതൽ നടപടികൾ തൃപ്തികരമെന്ന വിലയിരുത്തൽ. നിപ്പ ലക്ഷണങ്ങളുമായി 2 പേരെ പാലക്കാട് മെഡിക്കൽ കോളേജിൽ പ്രവേശിപ്പിച്ചു. യോഗത്തിന് പാലക്കാട്ടേക്ക് വരുന്നതിനിടെ കണ്ണാടിയിൽ മന്ത്രിക്ക് നേരെ യൂത്ത് കോൺഗ്രസിന്റെ കരിങ്കൊടി. വടക്കാഞ്ചേരി അകമല കുഴിയോട് പ്രദേശത്ത് കഴിഞ്ഞ രാത്രിയും കാട്ടാന ഇറങ്ങി. വാഴക്കൊമ്പനെ പല ഭാഗങ്ങളിലും കണ്ടതായി നാട്ടുകാർ. ഭീതിയോടെ പ്രദേശവാസികൾ. മേഖലയിൽ കാട്ടാനകൾ തമ്പടിച്ചിട്ടും അധികാരികൾ ഒരു നടപടിയും സ്വീകരിക്കുന്നില്ലെന്ന് ആക്ഷേപം. പൗരസ്ത്യ കൽദായ സുറിയാനി സഭ മുൻ അധ്യക്ഷൻ മാർ അപ്രേം മെത്രോപോലിത്ത കാലം ചെയ്തു. വിയോഗം വാർദ്ധക്യ സഹജമായ അസുഖങ്ങളെ തുടർന്ന് ചികിത്സയിലിരിക്കെ. കബറടക്കം പിന്നീട്. വിട പറഞ്ഞത് സാംസ്കാരിക സാഹിത്യ മേഖലകളിലെ വേറിട്ട മുഖം. ഈ വാർത്താ ബുള്ളറ്റിൻ ഇവിടെ അവസാനിക്കുന്നു. നമസ്കാരം.